12,800 മെട്രിക് ടണ്ണാണ് ലോകത്തെ എൻഡോസൾഫാന്റെ ആകെ ഉൽപാദനം. ഇതിൽ 1,600 മെട്രിക് ടണ്ണും ഉൽപ്പാദിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ HIL ആണ്. അതായത് എൻഡോസൾഫാന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ കേരളത്തിന്റെ മണ്ണിൽ തന്നെയാണ് ഈ മാരക കീടനാശിനിയുടെ 1/8 ഉൽപ്പാദിപ്പിക്കുന്നത്. വിളകളുടെ കീടബാധ തടയാൻ 1950-ൽ വികസിപ്പിച്ചെടുത്ത എൻഡോസൾഫാൻ 1954 മുതലാണ് ലോകത്ത് ഉപയോഗിച്ചു തുടങ്ങിയത്. 1980കളോടെ തന്നെ എൻഡോസൾഫാൻ ഉപയോഗിച്ച 30-ലധികം രാജ്യങ്ങളിൽ നിന്ന് ജനിതക വൈകല്യങ്ങളുടെ സ്തോപകഥകൾ പുറത്തു വന്നു തുടങ്ങി. 2000 ആണ്ടിൽ അമേരിക്കയുടെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി EPA എൻഡോസൾഫാൻ വീട്ടുവളപ്പിലും പൂന്തോട്ടങ്ങളിലും ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചു. 2002-ൽ US ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് എൻഡോസൾഫാൻ നിരോധിക്കുകയും ഈ മാരക കീടനാശിനി മൂലമുണ്ടാകുന്ന വിപത്ത് അപരിഹാര്യമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. 2007-ൽ യൂറോപ്യൻ യൂണിയനും കാനഡയും എൻഡോസൾഫാൻ നിരോധനം നിർദ്ദേശിച്ചു. 16 രാജ്യങ്ങളിൽ നിരോധനം പൂർണ്ണമായും നടപ്പിലായി. 2004-ൽ ന്യൂസിലാൻഡ് അടക്കം 18 രാജ്യങ്ങൾ എൻഡോസൾഫാൻ നിരോധിച്ചു. സ്റ്റോക്ക്ഹാം കൺവെൻഷന്റെ അവലോകന സമിതി ആഗോള നടപടി ആവശ്യമുള്ള മാരക വിപത്തായി എൻഡോസൾഫാന് പ്രഖ്യാപിച്ചു. 2010 നവംബർ മാസം വരെ 12 രാജ്യങ്ങൾ എൻഡോസൾഫാൻ നിരോധിച്ചു. മൊത്തം 63 രാജ്യങ്ങളിൽ ഈ മാരക കീടനാശിനി ഇതുവരെ നിരോധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് ഇത്രമാത്രം. ലോകത്തെ ഏറ്റവും അധികം എൻഡോസൾഫാൻ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഇരകളുള്ള ഈ നാട്ടിൽ വരും തലമുറയുടെ ജീവിതാവകാശങ്ങൾക്ക് നമ്മുടെ ഭരണകൂടം എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്?